നമസ്കാരം. നമ്മുടെ സീരീസിലെ ആദ്യത്തെ സബ്ജക്റ്റ് ആയിരുന്നു ഡയബറ്റിസ്. ഡയബറ്റിസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ കേരളത്തിന് നൽകപ്പെട്ട ഒരു പൊൻതൂവലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ദ കൺട്രി. ഇതിൽ വരുന്ന ഭൂരിഭാഗം പേർക്കും ഉള്ളത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ഈ ടൈപ്പ് 2 ഡയബറ്റിസിനെ കുറിച്ചും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചും നമുക്കിന്നറിയാം. വെൽക്കം ബാക്ക് ഡോക്ടർ രാകേഷ്. ഹായ് ഡോക്ടർ. ഹായ്. നമുക്ക് ബേസിക് ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് ആദ്യം പറയാം. ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കൊരു ഡയബറ്റീസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാം. ചരിത്രത്തിലെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് കിടക്കുന്നത് 1921 അതായത് നമ്മൾ ഇൻസുലിനെ കണ്ടുപിടിച്ചു. അതായത് എക്സ്റ്റേണലി നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റി. ബാൻഡിങ്ങും ബെസ്റ്റും കൂടിയിട്ട് കാനഡയിൽ നിന്നുള്ള ആ ടീമാണ് ആദ്യമായിട്ട് ഇൻസുലിനെ എക്സ്റ്റേണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താണ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്? എല്ലാവർക്കും ഇൻസുലിൻ കുറവാണ്. ഇൻസുലിൻ കുറവുള്ള ആൾക്കാർക്ക് ഇൻസുലിൻ കൊടുത്താൽ അസുഖം മാറണം. അപ്പോൾ 1921 തൊട്ടിട്ട് നമ്മൾ ഇൻസുലിൻ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻസുലിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ സക്സസ്ഫുള്ളി രക്ഷപ്പെട്ടു. അപ്പോൾ അവരെല്ലാം ടൈപ്പ് 1 ആൾക്കാരായിരുന്നു. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ 1930-കളിലൊക്കെ എത്തുമ്പോൾ ഹിംസ്വർത്ത് പോലെയുള്ള സയൻറ്റിസ്റ്റുകളുടെ പഠനത്തിൽ നിന്ന് അയാൾക്ക് മനസ്സിലായി എല്ലാവർക്കും ഇൻസുലിൻ കൊടുത്താൽ ശരിയാവുന്നില്ല. ചില ആൾക്കാർക്കത് മോശം അവസ്ഥ പോലും ഉണ്ടാക്കുന്നു. അപ്പോൾ എവിടെയോ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം ഹിംസ്വർത്ത് എന്ത് ചെയ്തു? കാറ്റഗറൈസ് ചെയ്തു. 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഡയബറ്റീസ് ഉള്ളവർ. അതിൽ ഒരു ഗ്രൂപ്പിന് ഇൻസുലിൻ സെൻസിറ്റീവാണ്, ട്രീറ്റ്മെൻറ്റിന് സെൻസിറ്റീവാണ്. ഇൻസുലിൻ കൊടുത്താൽ ട്രീറ്റ്മെൻറ്റ് ശരിയാവുന്നു. മറ്റേ ആൾക്കാർക്ക് ഇൻസുലിൻ കൊടുത്താൽ ശരിയാവുന്നില്ല. അപ്പോൾ ഇൻസുലിൻ മാത്രമല്ല അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ 1950-കളിലൊക്കെ എത്തിയപ്പോൾ ഈ പാരഡോക്സ് ഭയങ്കര എവിഡൻ്റ് ആയി. അതായത് നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നു, റെസ്പോൺസ് ഇല്ലാത്തൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അവർക്ക് ഡയബറ്റീസ് ഉണ്ട് താനും. ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ കൂടുതലാണ്, ഇൻസുലിൻ കൊടുക്കുന്നു, ഇതാവുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് 1960-കളിൽ എത്തിയപ്പോൾ ഇൻസുലിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. ശരീരത്തിൽ എത്ര ഇൻസുലിൻ ഉണ്ട് എന്ന് നോക്കിയപ്പോൾ മനസ്സിലായി ഈ അതായത് ഇൻസുലിൻ കൊടുത്തിട്ട് സെൻസിറ്റീവ് അല്ലാത്ത ആൾക്കാരിൽ ഒന്നുകിൽ നോർമലാണ് ഇൻസുലിൻ, അല്ലെങ്കിൽ ഇൻസുലിൻ കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ ഇൻസുലിൻ ഉണ്ട് അല്ലെങ്കിൽ കൂടുതലാണ്, എന്നിട്ടും അവരുടെ ബ്ലഡ് ഷുഗർ ഹൈ ആണ്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി അവിടെ ജനറേറ്റ് ചെയ്തു. അപ്പൊ 1960s റേഡിയോ ഇമ്മ്യൂണോ അസ്സേ വന്നപ്പോഴാണ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയത്, ഇൻസുലിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിനുശേഷമുള്ള പഠനങ്ങൾ എന്തിലേക്കാണ് പോയത്? ഇതെന്തുകൊണ്ടാണ്? ഈ അന്വേഷണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തിച്ചത്. ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എവിടെ? ഇൻസുലിൻ റെസിസ്റ്റൻസ്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്കൊക്കെ എത്തിയിട്ട് നമ്മളൊരു ഏകദേശം 20 കൊല്ലങ്ങളായിട്ടേ ഉള്ളൂ. ഇപ്പോൾ 1980-90-കളിലൊക്കെ എത്തിയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇൻസുലിൻ കൂടുതലുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ അവസ്ഥ ഡയബറ്റീസിൽ മാത്രമല്ല മറ്റു പല അസുഖങ്ങളിലും കാണാനുണ്ട്. അപ്പോൾ ഇൻസുലിൻ ഉണ്ട്, കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നമ്മൾ പോയി. അങ്ങനെ 2000-ലേക്ക് എത്തിയപ്പോൾ എവല്യൂഷണറി കോൺസെപ്റ്റുകളും ബാക്കി കാര്യങ്ങളും, ഇപ്പോൾ ജീനോമിക്സ് ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വന്നു. അപ്പോൾ കുറച്ചുകൂടിയും എവല്യൂഷണറി കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഭയങ്കര സോളിഡായി. അപ്പോൾ ആ സമയത്താണ് മോളിക്കുലർ പാത്വേസിനെ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി തുടങ്ങി. അതായത് എങ്ങനെയാണ് ഇൻസുലിൻ പ്രവർത്തിക്കുന്നത്, എന്താണ് ഇൻസുലിൻ്റെ റിസപ്റ്റർ, എങ്ങനെയാണ് റിസപ്റ്ററിൽ ഇൻസുലിൻ പോയിട്ട് ചെന്ന് അവിടെ മുട്ടുമ്പോൾ പ്രവർത്തിക്കുന്നത്, അത് സെല്ലുലാർ ലെവലിൽ എങ്ങനെയാണ് സിഗ്നൽസ് പാത്വേസ് പോകുന്നത്. ആ വസ്തുതകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ 1990-ക്ക് ശേഷമാണ്.
ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ന് എന്താണ് മനസ്സിലാക്കുന്നത്, ഇന്നത്തെ കൺസെൻസസ് എന്താണ്, ഇന്ന് മോഡേൺ മെഡിസിന്റെ മനസ്സിലാക്കൽ എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു അഡാപ്റ്റീവ് മെക്കാനിസമാണ് ശരീരത്തിന്റെ. ഓക്കെ. അഡാപ്റ്റീവ് മെക്കാനിസം എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് എവല്യൂഷണറി ആയിട്ട് പരിണാമത്തിന്റെ ഭാഗമായിട്ട് സ്കേഴ്സിറ്റി ഉള്ള സമയത്ത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ ഊർജത്തിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പെർട്ടിക്കുലർ ജീനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ജീൻ തന്നെയാണ് ഇന്ന് കാലറി അബൻഡൻസ് ഉള്ളപ്പോഴും നമുക്ക് ഫോൾട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് പോയിരിക്കുന്നത്. Can we just have a talk on plainly what is insulin resistance എന്നുള്ളത്, so that നമുക്ക് മുന്നോട്ട് പോകുന്ന ഡിസ്കഷൻസ് would be easier if we understand. ഇതിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിൽ അത് മോളിക്കുലർ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളെ കോംപ്ലക്സ് ആണ്. നമുക്ക് വിസിബിളി എന്താണ് ഉണ്ടാകുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? നിങ്ങളുടെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ സെല്ലുലാർ ലെവലില് ഈ ഇൻസുലിന് എന്താണോ റെസ്പോൺസ് കിട്ടേണ്ടത്, ഇൻസുലിൻ റിസപ്റ്റേഴ്സിൽ അഡയർ ചെയ്യണം, പോയിട്ട് അറ്റാച്ച് ചെയ്യണം, ആ സെല്ലുലാർ ഓപ്പൺ ട്രാൻസ്പോർട്ടിലൂടെ നിങ്ങൾ ഉള്ളിൽ എത്തി, ഗ്ലൂക്കോസ് എത്തി, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് എവിടേക്കാണോ ഇൻസുലിൻ വെറും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ കാര്യം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, ഒരു അവസ്ഥയാണ്. മുന്നത്തെ നമ്മളൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഡയബറ്റീസ് ഒരു അസുഖമാണോ അസുഖാവസ്ഥയാണോ? അപ്പൊ കറന്റ്ലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു ഡിസോർഡർ സ്റ്റേറ്റ് ആണ്. അതിന്റെ എക്സ്പ്രഷൻ ആണ് എന്ത്? അത് മുന്നോട്ട് മൂവ് ചെയ്ത് അസുഖത്തിലേക്ക് എത്തുന്നതാണ് ഡയബറ്റീസ് എന്ന ഡിസീസ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ എന്താണ്? ഇൻസുലിൻ ഉണ്ട്, കോശങ്ങൾക്കോ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിലോ ആ ആക്ഷൻ നടക്കുന്നില്ല. അപ്പൊ എന്താണ് നെറ്റ് എഫക്ട്? ആക്ഷൻ നടക്കുന്നില്ല. അപ്പൊ അത് ഫീഡ്ബാക്ക് മെക്കാനിസംസ് എന്ത് പറയും? അവിടെ കാര്യം നടക്കുന്നില്ല. അപ്പൊ ഇൻസുലിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് ശ്രമിക്കും? ബീറ്റാ സെല്ല് വീണ്ടും ശ്രമിക്കും. അപ്പോ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രോഗ്രസസ് ടു ഹൈപ്പർ ഇൻസുലിനിമിക് സ്റ്റേറ്റ്. ഇൻസുലിൻ കൂടുതലുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ പണിയെടുത്ത് എന്തായി? ബീറ്റാ സെല്ലിന് സ്ട്രെസ് ആയി. അപ്പൊ അടുത്ത സ്റ്റേജാണ് ബീറ്റാ സെൽ സ്ട്രെസ്. അതും കഴിഞ്ഞാൽ എന്തായി? ഈ സ്ട്രെസ് ഇങ്ങനെ കൂടിപ്പോയാൽ ബീറ്റാ സെല്ല് പതുക്കെ ഡിസ്ട്രക്ഷനിലേക്ക് പോകും. അതും ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇപ്പൊ ഇയർലി ഒരു പെർസെൻറ്റേജ് ഓഫ് ബീറ്റാ സെൽസ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കപ്പാസിറ്റിയുടെ ബിയോണ്ട് പോകുമ്പോൾ എന്തായി? ഗ്ലൂക്കോസിനെ പിന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എത്ര ഇൻസുലിൻ എത്ര കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ പാൻക്രിയാസിൽ ഇല്ല. അപ്പൊ ഒരു ഇൻസുലിൻ ഡെഫിഷ്യൻസി ആയി. സോ ടൈപ്പ് 2 ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആസ് വെൽ ആസ് ഇൻസുലിൻ ബീറ്റാ സെൽ ഡിസോർഡർ. അത് രണ്ടുമാണ്. അപ്പൊ പ്രോഗ്രഷൻ ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹൈപ്പർ ഇൻസുലിനമിക് സ്റ്റേറ്റ്, ബീറ്റാ സെൽ സ്ട്രെസ്, ബീറ്റാ സെൽ ഫെയിലിയർ, ഡയബറ്റീസ്. ഏത് ഏജിലായിരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഓരോ സ്റ്റേജിലും വന്ന് ഡയബറ്റീസിലോട്ട് ആകാൻ പറ്റുന്ന ഒരു ഒരു ഏജ് യൂഷ്വലി പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കൊരു വിസിബിൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡയബറ്റിക് സ്റ്റേറ്റിന്റെ ഒരു 5 മുതൽ 10 കൊല്ലം മുന്നേ വരെ തൊട്ടിട്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലെ മോഡേൺ സയൻസിന്റെ അത്രോസ്ക്ലിറോസിസ്, നമുക്ക് അത്രോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തധമനികളിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകളെയാണ് പറയുന്നത്. നമ്മുടെ രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ അല്ലെങ്കിൽ വാസ്കുലാർ കോംപ്രമൈസിലേക്കൊക്കെ ഉണ്ടാവുന്ന ഈ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗർഭാവസ്ഥയിൽ നമ്മളുടെ അമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന സമയത്താണെന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ വോംബ്. അപ്പൊ അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത്, മോഡേൺ സയൻസ് മനസ്സിലാക്കുന്നത്, ഇത് കുറെ കാലം മുന്നേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീസൺസ് നമുക്ക് ഇന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ടൈപ്പ് 2 നമ്മുടെ തന്നെ കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 2 ഇന്ന് വരുന്നത് വളരെ ഏർലി സ്റ്റേജിലാണ്. എന്തൊക്കെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഫേവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ വളരെ ഏർലിയാണ്. ഇപ്പോൾ ഏത് കുട്ടിയാണ് കൂടുതൽ നേരം ഇന്ന് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പോകുന്നത്? ഓൾമോസ്റ്റ് എല്ലാവരും 3 മണിക്കൂറോളം അവരുടെ ബസ്സിലാണ്. ബാക്കി നേരം സ്കൂളിലാണ്, അവർ ക്ലാസ്സിലാണ്.
അപ്പോൾ നാച്ചുറലി നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതാണ് നമ്മുടെ ശീലം, മലയാളിയുടെ ശീലം, പൊതുവേ ഉള്ള ഒരു ഏഷ്യൻ ശീലം അതാണ്. ഇതിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? ശരിക്കും 3 നേരത്തെ ഭക്ഷണം കർഷകന്റെ ഭക്ഷണമാണ്. ഒരു കർഷകനെ അതൊക്കെ ആ ലെവൽ ഓഫ് റിക്വയർമെന്റ് ഉള്ളൂ. നമ്മുടെ റിക്വയർമെന്റ് വളരെ കുറവാണ്. നമ്മൾ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്കും ഒരു 1500 കാലറീസിന്റെ അടുത്തേ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ കഴിക്കുന്നത് വളരെ കൂടുതൽ കഴിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം ഒഴിവാക്കി വെക്കും, നിങ്ങളുടെ അമ്മ സമ്മതിക്കുമോ? അതെ 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 അതെ. അപ്പോൾ നമ്മൾ എന്ത് ഏജിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഒരു ഡിസീസ് സ്റ്റേജിന്റെ, ഇപ്പോൾ ഡയബറ്റീസിന്റെ ഏകദേശം ഒരു അറ്റ്ലീസ്റ്റ് 5 to 10 years ബിഫോർ എങ്കിലും ഈ പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്നിലും ഉണ്ടാവാം, നിങ്ങളിലും ഉണ്ടാവാം. പക്ഷെ ഇത് എക്സ്പ്രസ് ചെയ്ത് വരുന്നത് ലേറ്റർ സ്റ്റേജിലായിരിക്കും. പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ എത്ര കാലറി കഴിക്കുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടോ, നമ്മൾ ഒബീസ് ആവുന്നുണ്ടോ, നമ്മുടെ BMI ചേഞ്ച് ചെയ്യുന്നുണ്ടോ, നമുക്ക് സ്കിൻ ചേഞ്ചസ് വരുന്നുണ്ടോ, എല്ലാം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആവുന്നതും. ഇതൊരു ബിഹേവിയറൽ ലെവലിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ, ഒരു ഡോക്ടർ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാൻ പ്രത്യേകിച്ച് വേറൊരു കാര്യം വേണ്ട. ഡയബറ്റീസും അതിന്റെ കോംപ്ലിക്കേഷൻസിന്റെ ചികിത്സ മാത്രം മതി ഒരു സാധാരണക്കാരനെ മോശം സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തിക്കാൻ. നമുക്ക് ഡയബറ്റിസ് എന്ന ആ ഒരു അവസ്ഥയുടെ മുമ്പായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ? ഡോക്ടർ പറഞ്ഞാൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ 5-10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡയബറ്റീസിലോട്ട് മാറുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥയെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് ബാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്തെടുത്താൽ നമുക്കിത് റിവേഴ്സിബിൾ ആണോ? റിവേഴ്സിബിൾ ആണ് എന്നാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ MBBS ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡയബറ്റീസ് റിവേഴ്സലിനെ കുറിച്ചിട്ടൊന്നും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് 10-15 years ആയിട്ടാണ് ഈ കോണ്ടെക്സ്റ്റ് ഇത്രയും മുന്നോട്ട് വന്നത്. അപ്പോൾ ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് പറയുന്നേക്കാൾ നമുക്ക് ബെസ്റ്റ് വേർഡ് ഡയബറ്റീസ് റെമിഷൻ ആണ്. ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്. It doesn't mean that it's completely gone. Diabetes re-reversal ഉണ്ട്. That is also there. അതായത് ഒരു ഷോർട്ട് പീരിയഡ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ ഇന്റർവെൻഷൻസും കൊണ്ടോ നമ്മൾ ഡയബറ്റീസ് ഡിസീസ് സ്റ്റേറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. ദാറ്റ് മീൻസ് കൺസിസ്റ്റന്റ്ലി നിങ്ങളുടെ HbA1c ഒരു പെർട്ടിക്കുലർ ലെവലിൽ താഴെയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രൂഫ് ഉള്ളത്. അത് കഴിഞ്ഞ് അത് വീണ്ടും വരാം. ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തില്ലെങ്കിൽ വീണ്ടും വരാവുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡയബറ്റീസ് റീറിവേഴ്സൽ. അപ്പോ ഡിസീസ് പെർസെ, ഡയബറ്റീസ് എന്ന അസുഖത്തിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രോസസ്സിൽ എത്തുന്നതോ എത്താതിരിക്കുന്നതോ എന്നൊക്കെ സെക്കൻഡറി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പഠിക്കേണ്ടത് ടൈപ്പ് 1 കണ്ടിട്ടാണ്. ടൈപ്പ് 1 നിങ്ങൾ ഇൻസുലിൻ ഇല്ല. ഇൻസുലിൻ ഇല്ലാത്ത ഒരാൾക്ക്, അതായത് ഇൻസുലിൻ എന്ന് പറയുന്നത് ജീവിതത്തിന് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെള്ളം പോലെയോ വായു പോലെയൊക്കെയാണ്. അപ്പൊ ടൈപ്പ് 1 ജീവിക്കുന്നത് എങ്ങനെയാണ്? ഹി ഹാസ് എ വെരി ഗ്രേറ്റ് ഡിസിപ്ലിൻ. അയാൾക്ക് അറിയാം അയാൾ കഴിക്കുന്ന കാലറി എത്രയാണ്, അയാൾ എത്ര ചെലവഴിക്കുന്നുണ്ടെന്ന് അറിയാം. അതനുസരിച്ചാണ് അയാളുടെ ഇൻസുലിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അയാൾ തോന്നിയ പോലെ ജീവിക്കുന്നില്ല. അപ്പോൾ ഇഫ് യു ആർ ഫിയർഫുൾ അബൌട്ട് ടൈപ്പ് 2, നിങ്ങൾക്ക് പേടിയുണ്ട് ടൈപ്പ് 2 വരും, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ആ കാര്യമുണ്ട്, പേടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നു.